NMMS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിജയാശംസകൾ. നിങ്ങളുടെ വിജയം ഉറപ്പിക്കാനുള്ള ചില കുറുക്കുവഴികളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും പരിശീലിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മെൻ്റൽ എബിലിറ്റിയെ 4 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഫിഗേഴ്സ് അഥവാ രൂപങ്ങൾ, രണ്ടാമത്തേത് നമ്പേഴ്സ് അഥവാ സംഖ്യകൾ, മൂന്നാമത്തേത് ലെറ്റേഴ്സ് അഥവാ അക്ഷരങ്ങൾ, നാലാമത്തേത് കോംപ്രിഹെൻഷൻ അഥവാ വിശകലനാത്മക ചോദ്യങ്ങൾ. അതിൽ ഫിഗേഴ്സിനെ അഥവാ രൂപങ്ങളെ 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒന്നാമത്തേത് വെൻ ഡയഗ്രാം അല്ലെങ്കിൽ 3 വളയങ്ങൾ, രണ്ടാമത്തേത് ഫിഗേഴ്സ് ഇൻ ഫിഗേഴ്സ് അല്ലെങ്കിൽ രൂപങ്ങളിലെ രൂപങ്ങൾ. അപ്പോൾ ഫിഗേഴ്സ് ഇൻ ഫിഗേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. മൂന്നാമത്തേത് ഡൈസ് ആൻഡ് ക്യൂബ്സ് അഥവാ പകിടകളി, നാലാമത്തേത് നോൺ വെർബൽ റീസണിങ് അല്ലെങ്കിൽ ചിത്രങ്ങളും ബന്ധങ്ങളും. അതിൽ വെൻ ഡയഗ്രാം അല്ലെങ്കിൽ 3 വളയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ഡയഗ്രാം എന്താണെന്നുള്ള കാര്യം നോക്കാം. ജോൺ വെൻ എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് വെൻ ഡയഗ്രത്തിൻ്റെ ഉപജ്ഞാതാവ്. ഏതു ബന്ധങ്ങളെയും 3 വളയങ്ങളിൽ ചിത്രീകരിക്കുന്നതിനെയാണ് അഥവാ ഏതൊരു റിലേഷൻസിനെയും 3 സർക്കിൾസ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഏഷ്യ, ഇന്ത്യ, കേരളം. അതിൽ ഏഷ്യ എന്നത് ഒരു വൻകരയാണ് അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻ്റ് ആണ്. അതിൽ ഇന്ത്യ എന്നത് ഏഷ്യയിലെ ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു കൺട്രിയാണ്. കേരളം എന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനമാണ്. അപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെൻ ഡയഗ്രാം അല്ലെങ്കിൽ വൃത്തചിത്രം ഇതാണ്. അതിൽ ഏറ്റവും പുറത്തുള്ള ആ ഒരു വലിയ വൃത്തം ഏഷ്യയെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് വരുന്ന ആ ഒരു വൃത്തം ഇന്ത്യയെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഏറ്റവും അകത്ത് വരുന്ന ആ ഒരു വൃത്തം കേരളത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏഷ്യ എന്ന വൻകരയിലെ അഥവാ കോണ്ടിനെൻറ്റിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ അല്ലെങ്കിൽ കൺട്രിയിലെ കേരളം എന്ന സംസ്ഥാനം, അതാണ് നമ്മൾ ഈ ഒരു വെൻ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി വെൻ ഡയഗ്രങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മുടെ എളുപ്പത്തിനായിട്ട് 3 ആയിട്ട് തരംതിരിക്കാം. വെൻ ഡയഗ്രാം 1, വെൻ ഡയഗ്രാം 2, വെൻ ഡയഗ്രാം 3. അതിൽ വെൻ ഡയഗ്രാം 1 എന്താണെന്ന് നോക്കാം. വെൻ ഡയഗ്രാം 1 ഉദാഹരണങ്ങളായുള്ള ചിത്രങ്ങളാണ് ഇവ. അപ്പോൾ സാധാരണ വൃത്തങ്ങൾ ഒരു വൃത്തത്തിന് അകത്തും പുറത്തുമായി തമ്മിൽ ചേരാതെ നിൽക്കുന്ന തരത്തിലുള്ള ഡയഗ്രമാണ് ഈ കാറ്റഗറിയിൽ അഥവാ വെൻ ഡയഗ്രാം 1 പെടുന്നത്. ഈ ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകും സാധാരണ ചിത്രങ്ങൾ തമ്മിൽ ചേരാതെ വൃത്തത്തിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യ, ഇന്ത്യ, കേരളം. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിത്രം 1 ആണ്. അതിൽ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഏറ്റവും മുകളിലുള്ള ആ ഒരു വലിയ വൃത്തം ഏഷ്യയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ആ ഒരു വൃത്തം ഇന്ത്യയെയും അതിൻ്റെ ഏറ്റവും അകത്തുള്ള ആ ഒരു ചെറിയ വൃത്തം കേരളത്തെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് മൃഗങ്ങൾ, പൂച്ചകൾ, കാക്ക അഥവാ ആനിമൽസ്, കാറ്റ്സ്, ക്രോസ്. ഇനി ഇതിൻ്റെ ആൻസറായിട്ട് വരുന്ന വെൻ ഡയഗ്രാം ഈ ഒരു ചിത്രമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ചിത്രത്തിലെ ആ ഒരു വലിയ വൃത്തം മൃഗങ്ങളെയാണ് അഥവാ ആനിമൽസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ആ ഒരു ചെറിയ വൃത്തം പൂച്ചകളെയാണ് അല്ലെങ്കിൽ കാറ്റ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ പൂച്ചകളും മൃഗങ്ങളാണ്. അതുകൊണ്ടാണ് പൂച്ചകൾ മുഴുവനായിട്ടും മൃഗങ്ങൾ എന്ന ഒരു വൃത്തത്തിൻ്റെ അകത്ത് വരുന്നത്. ഇനി പുറത്തായിട്ട് ഒരു വൃത്തം നിൽക്കുന്നത് കാണാം. അത് കാക്കയെയാണ് അല്ലെങ്കിൽ ക്രോസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വൃത്തം അനിമൽസിൽ അല്ലെങ്കിൽ മൃഗങ്ങളിൽ ഉൾപ്പെടുത്താതെ പുറത്തു വരച്ചത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ. ഈ ഒരു കോമ്പിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിത്രം ഈ ഒരു വെൻ ഡയഗ്രാമാണ്. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പോർട്സിലെ 2 വിഭാഗങ്ങളാണ് ക്രിക്കറ്റും ഫുട്ബോളും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള 2 വൃത്തങ്ങളെ നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളും ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് ആപ്പിൾ, ക്യാരറ്റ്, കോളിഫ്ലവർ. ഈ ഒരു കോമ്പിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെൻ ഡയഗ്രാം ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയ സാമ്യതകൾ തോന്നും. പക്ഷേ ഇവ തീർത്തും വ്യത്യസ്തങ്ങളാണ്. ആപ്പിൾ എന്നത് ഒരു പഴമാണ്, ക്യാരറ്റ് എന്നത് ഒരു പച്ചക്കറിയാണ്, കോളിഫ്ലവർ എന്നത് നമ്മൾ ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ്, ഒരു പുഷ്പമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വെൻ ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു കോമ്പിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഓരോന്നും ഓരോ കാര്യങ്ങളാണ്. ആദ്യത്തെ വൃത്തം ആപ്പിൾ, രണ്ടാമത്തെ വൃത്തം ക്യാരറ്റ്, മൂന്നാമത്തെ വൃത്തം കോളിഫ്ലവർ.
ഇവ തമ്മിൽ ഗ്രൂപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് വേറെ വേറെ വൃത്തങ്ങൾ വരച്ച് നമ്മൾ ഇവയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ വെൻ ഡയഗ്രാം 1 നിന്ന് വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക് വെൻ ഡയഗ്രാം 2 എന്താണെന്ന് നോക്കാം. വെൻ ഡയഗ്രാം 2ൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്ന ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ. ഇവയുടെ പ്രത്യേകത ചിത്രത്തിൽ കാണുന്ന പോലെ വൃത്തങ്ങൾ കൂടിച്ചേർന്നായിരിക്കും ഉണ്ടാവുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വെൻ ഡയഗ്രാം 2 എന്ന ഭാഗത്ത് ഉണ്ടാവുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പുരുഷന്മാർ, അച്ഛൻ, കുട്ടികൾ അഥവാ മെയിൽസ്, ഫാദർ, ചിൽഡ്രൻസ്. ഈ ഒരു കോമ്പിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിത്രം ഇതാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ ആ ഒരു വലിയ വൃത്തം റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ്, അല്ലെങ്കിൽ പുരുഷന്മാരെയാണ്. അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ചെറിയ വൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നത് അച്ഛന്മാരെയാണ്, അല്ലെങ്കിൽ ഫാദേഴ്സിനെയാണ്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു വൃത്തം കാണാം, അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കുട്ടികൾ അല്ലെങ്കിൽ ചിൽഡ്രൻസിനെയാണ്. ആ ഒരു വൃത്തം കുറച്ച് പുരുഷന്മാരിലേക്ക് കയറി നിൽക്കാൻ കാരണം മെയിൽസ് ആയിട്ടുള്ള കുട്ടികളുമുണ്ട്, ഫീമെയിൽസ് ആയിട്ടുള്ള കുട്ടികളുമുണ്ട്, അഥവാ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് പൂക്കൾ, വസ്ത്രം, വെള്ള നിറം അഥവാ ഫ്ലവേഴ്സ്, ഡ്രസ്സ്, വൈറ്റ് കളർ. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിത്രം ഇതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സെൻറ്ററിൽ വരുന്ന ആ ഒരു വൃത്തം സൂചിപ്പിക്കുന്നത് വെള്ള നിറത്തെയാണ്. ഇനി അതിലെ രണ്ട് ഭാഗത്തുമുള്ള ആ ഒരു വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്ന് പൂക്കൾ, രണ്ടാമത്തേത് വെള്ള നിറം. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പൂക്കൾ എന്ന ആ ഒരു സർക്കിൾ വെള്ള നിറത്തിൻ്റെ അകത്തേക്ക് കുറച്ച് കയറി നിൽക്കുന്നതായി കാണാം. അതിനർത്ഥം പൂക്കൾ വെള്ള നിറത്തിലുള്ള പൂക്കളുമുണ്ട്, അല്ലാത്ത നിറത്തിലുള്ള പൂക്കളുമുണ്ട്. അതുപോലെ വസ്ത്രം എന്ന ആ ഒരു സർക്കിളും വെള്ള നിറം എന്ന സർക്കിളിൻ്റെ അകത്തേക്ക് കുറച്ച് കയറി നിൽക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളുമുണ്ട്, വെള്ള നിറത്തിലല്ലാത്ത വസ്ത്രങ്ങളും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് ജന്തുക്കൾ, വളർത്തുമൃഗങ്ങൾ, പൂച്ചകൾ അഥവാ ആനിമൽസ്, പെറ്റ്സ്, കാറ്റ്സ്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെൻ ഡയഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചിത്രമാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ ആ പുറത്തുള്ള വലിയ ഒരു വൃത്തം കാണാം, അത് ജന്തുക്കൾ അല്ലെങ്കിൽ അനിമൽസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് വൃത്തങ്ങൾ കാണാം. അതിൽ ഒന്ന് വളർത്തുമൃഗങ്ങൾ അല്ലെങ്കിൽ പെറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്, മറ്റേത് പൂച്ചകൾ അല്ലെങ്കിൽ കാറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ വളർത്തുമൃഗങ്ങളും ജന്തുക്കളിൽ ഉൾപ്പെട്ടതാണ്, അതുപോലെ എല്ലാ പൂച്ചകളും ജന്തുക്കളിൽ ഉൾപ്പെട്ടതാണ്. ഇനി പൂച്ചകളിൽ തന്നെ വളർത്തുമൃഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പെറ്റ്സ് ആയിട്ടുള്ള പൂച്ചകളുണ്ടാകും, പെറ്റ്സ് അല്ലാത്ത പൂച്ചകളും ഉണ്ടാകും. അതുകൊണ്ടാണ് പൂച്ചകൾ എന്ന ആ ഒരു സർക്കിൾ വളർത്തുമൃഗങ്ങൾ എന്ന സർക്കിളിൻ്റെ അകത്തേക്ക് കുറച്ച് കയറി നിൽക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ, കളിക്കാർ, കലാകാരന്മാർ അഥവാ സ്റ്റുഡൻസ്, പ്ലേയേഴ്സ്, ആർട്ടിസ്റ്റ്. ഈ ഒരു കോമ്പിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചിത്രം ഈ ഒരു ചിത്രമാണ്. ഇതിൽ 3 വൃത്തങ്ങൾ കാണാം. അതിൽ ഓരോ വൃത്തങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നത് ആദ്യത്തെ വൃത്തം വിദ്യാർത്ഥികളെയാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ വൃത്തം കലാകാരന്മാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ വൃത്തം കളിക്കാർ അല്ലെങ്കിൽ പ്ലേയേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു 3 വൃത്തങ്ങളും തമ്മിൽ കൂടി യോജിച്ച് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അതിനു കാരണം വിദ്യാർത്ഥികൾ എന്ന സർക്കിളും കലാകാരന്മാർ എന്ന സർക്കിളും കൂടി യോജിച്ച് നിൽക്കാൻ കാരണം വിദ്യാർത്ഥികളിൽ തന്നെ കലാകാരന്മാരും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ 2 സർക്കിൾസും കൂടി യോജിച്ച് നിൽക്കുന്നത്. ഇനി കലാകാരന്മാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന വൃത്തവും കളിക്കാർ അല്ലെങ്കിൽ പ്ലേയേഴ്സ് എന്ന വൃത്തവും തമ്മിൽ കൂടി യോജിച്ച് നിൽക്കാൻ കാരണം കലാകാരന്മാരിൽ തന്നെ കളിക്കാരും ഉണ്ടാകും, അല്ലെങ്കിൽ കളിക്കാരിൽ തന്നെ കലാകാരന്മാരും ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 2 സർക്കിൾസ് യോജിച്ച് നിൽക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ എന്ന സർക്കിളും കളിക്കാർ എന്ന സർക്കിളും കൂടി യോജിച്ച് നിൽക്കാൻ കാരണം വിദ്യാർത്ഥികളിൽ തന്നെ കളിക്കാരും ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 2 സർക്കിൾസ് കൂടി യോജിച്ച് നിൽക്കുന്നത്. ഇനി 3 സർക്കിൾസും കൂടി യോജിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സെൻറ്റർ ഭാഗം. അതിനു കാരണം വിദ്യാർത്ഥികളും കലാകാരന്മാരും കളിക്കാരും ആയ കുട്ടികൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ ഒരു 3 വൃത്തങ്ങളും തമ്മിൽ കൂടി യോജിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെൻ ഡയഗ്രാം 2 എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വെൻ ഡയഗ്രാം 3 എന്താണെന്ന് നോക്കാം. അപ്പോൾ വെൻ ഡയഗ്രാം 3യുടെ ഉദാഹരണങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ് ഈ 2 ചിത്രങ്ങൾ. ഇവിടെ 3 വ്യത്യസ്ത വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രം 1ലേതുപോലെയുള്ള 3 വൃത്തങ്ങളോ അല്ലെങ്കിൽ ചിത്രം 2ലേതുപോലെയുള്ള 3 വ്യത്യസ്ത രൂപങ്ങളോ തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചതുരം സൂചിപ്പിക്കുന്നത് സിനിമാ നടന്മാരെയാണ്, അതുപോലെ ത്രികോണം സൂചിപ്പിക്കുന്നത് പ്രാസംഗികരെയാണ്, വൃത്തം സൂചിപ്പിക്കുന്നത് എഴുത്തുകാരെയാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
ആദ്യത്തെ ചോദ്യം, പ്രാസംഗികനും എഴുത്തുകാരനും അല്ലാത്ത സിനിമാ നടൻ ആര്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. പ്രാസംഗികനും എഴുത്തുകാരനും അല്ലാത്ത സിനിമാ നടൻ ആര്? ഇവിടെ സിനിമാ നടൻ ആര്? പ്രാസംഗികനും എഴുത്തുകാരനും അല്ലാത്ത സിനിമാ നടൻ ആര് എന്നാണ് ചോദിച്ചത്. അപ്പോൾ സിനിമാ നടൻ എന്നത് ചതുരമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ചതുരത്തിലെ ഏതോ ഒരു ലെറ്ററാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി നമുക്ക് നോക്കാം, പ്രാസംഗികനും എഴുത്തുകാരനും അല്ലാത്ത. പ്രാസംഗികൻ എന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ത്രികോണമാണ്, എഴുത്തുകാരൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൃത്തമാണ്. അത് രണ്ടും അല്ലാത്ത എന്ന് പറഞ്ഞാൽ ത്രികോണത്തിലും വൃത്തത്തിലും ഉൾപ്പെടാത്ത. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എച്ച് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു. ചോദ്യം നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ പരമാവധി വാക്കുകളും അതിലുള്ള പേരുകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മളത് നോക്കിയിട്ട് മാത്രമേ അതിന് ആൻസർ എഴുതാവൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, സിനിമാ നടനും എഴുത്തുകാരനും ആയ പ്രാസംഗികൻ ആര്? സിനിമാ നടനും എഴുത്തുകാരനും ആയ പ്രാസംഗികൻ ആര്? അതായത് സിനിമാ നടനും ആണ്, പ്രാസംഗികനും ആണ്, എഴുത്തുകാരനുമാണ്. നമ്മൾ നോക്കേണ്ടത് ത്രികോണത്തിലും ചതുരത്തിലും വൃത്തത്തിലും ഉൾപ്പെടുന്ന ലെറ്റർ ഏതാണെന്നാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബി ആണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, സിനിമാ നടൻ അല്ലാത്ത പ്രാസംഗികനും എഴുത്തുകാരനും ആയ ആൾ. സിനിമാ നടൻ അല്ലാത്ത, അപ്പോൾ ചതുരത്തിൽ വരില്ല. പ്രാസംഗികനും എഴുത്തുകാരനും ആയ ആൾ. പ്രാസംഗികനും ആണ്, എഴുത്തുകാരനും ആണ്. അതിനർത്ഥം ത്രികോണത്തിലും ഉണ്ട്, വൃത്തത്തിലും ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു ലെറ്റർ ഡി ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, പ്രാസംഗികൻ ആയ സിനിമാ നടനും എഴുത്തുകാരനും അല്ലാത്ത ആൾ. ഒന്നുകൂടി വായിക്കാം. പ്രാസംഗികൻ ആയ. പ്രാസംഗികൻ ആയ എന്ന് പറഞ്ഞാൽ ത്രികോണത്തിലുള്ള ഒരു ലെറ്ററാണ് അതിൻ്റെ ആൻസറായി വരിക. ഇനി സിനിമാ നടനും എഴുത്തുകാരനും അല്ലാത്ത ആൾ. അങ്ങനെ വരുമ്പോൾ ചതുരത്തിലും ഉൾപ്പെടില്ല, വൃത്തത്തിലും ഉൾപ്പെടില്ല. അങ്ങനെ ഒരു ലെറ്റർ വരുന്നത് ഇ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇ ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, സിനിമാ നടനും എഴുത്തുകാരനും ആയ പ്രാസംഗികൻ അല്ലാത്ത ആൾ. സിനിമാ നടനും എഴുത്തുകാരനും ആണ്. അപ്പോൾ സിനിമാ നടൻ ചതുരത്തിലും വൃത്തത്തിലും, പ്രാസംഗികൻ അല്ലാത്ത ആൾ. അപ്പോൾ ത്രികോണത്തിൽ ഉള്ള ഒരു ലെറ്റർ ആയിരിക്കില്ല അതിൻ്റെ ആൻസർ. അപ്പോൾ ചതുരത്തിലും വൃത്തത്തിലും ഉള്ള, ത്രികോണത്തിൽ ഇല്ലാത്ത ഒരു ലെറ്റർ സി മാത്രമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ സി ആണ്. ഈ ഒരു 5 ക്വസ്റ്റ്യൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ പരമാവധി അതിലെ വാക്കുകളും അതിലെ ഓരോ പേരുകളും ഉൾപ്പെടുത്തിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 മാർക്കിന് നമ്മുടെ മാറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി പേപ്പറിൽ വരുമെന്ന് 100% ഉറപ്പുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കുറച്ചു സമയം ഒന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ഈ ഒരു 5 മാർക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. 5 മാർക്കിന് 5 മിനിറ്റാണുള്ളത്. 5 മിനിറ്റിൻ്റെയും ഒന്നും ആവശ്യമില്ല. വളരെ സൂക്ഷ്മമായിട്ട് ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ആ ഒരു ചിത്രത്തെ നന്നായി വിശകലനം ചെയ്യുക. ശേഷം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വളരെ സാവധാനം ആ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. അപ്പോൾ വെൻ ഡയഗ്രാം എന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ ഇൻ്റർനെറ്റിൽ നിന്നായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതൊക്കെ നന്നായിട്ട് സോൾവ് ചെയ്ത് പഠിക്കാം. അതൊക്കെ നമ്മുടെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ മെൻ്റൽ എബിലിറ്റിയിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.